കവി പരിചയം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആധുനിക മലയാള കവിതയ്ക്ക് അടിത്തറ പാകിയ ത്രിമൂർത്തികളിൽ ഒരാളാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. 1877 ജൂൺ 5 ചങ്ങനാശ്ശേരി പെരുന്ന താമരശ്ശേരി ഇല്ലത്താണ് ജനനം. ഉള്ളൂർ കവിതകളുടെ അന്തർധാര ക്ലാസിക് പക്ഷപാതിത്വമാണ്. കവി, സാഹിത്യചരിത്രകാരൻ, ഭാഷാ ഗവേഷകൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മഹാകാവ്യം, ഖണ്ഡകാവ്യം, ചമ്പു, ലഘുകാവ്യങ്ങൾ, ഗവേഷണം, സാഹിത്യ ചരിത്രരചന തുടങ്ങി നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഉജ്ജ്വലമായ ശബ്ദപ്രൗഢിയാണ് ഉള്ളൂർ കവിതകളുടെ മുഖമുദ്ര. പ്രധാനപ്പെട്ട കൃതികൾ കർണഭൂഷണം, ഉമാകേരളം, പിങ്കള, താരാഹാരം, കിരണാവലി, തരംഗിണി, മണിമഞ്ജുഷ, കേരള സാഹിത്യ ചരിത്രം 5 വാല്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം. ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ അനവധി ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട്. 1949 ജൂൺ 15 അന്തരിച്ചത്. മറ്റു കവികളെ അപേക്ഷിച്ച് ഉള്ളൂർ കവിത ശ്രദ്ധേയമാകുന്നത് അവയിൽ കാണുന്ന ആർഷ സംസ്കാര പ്രതിപത്തിയും ക്ലാസിക്കൽ ശൈലിയും ശബ്ദ പ്രൗഢിയും കൊണ്ട് തന്നെയാണ്. നന്നേ ചെറുപ്പത്തിൽ ലഭിച്ച സംസ്കൃത വിദ്യാഭ്യാസമാകാം അതിന് കാരണം. ഖണ്ഡകാവ്യമാകട്ടെ, മഹാകാവ്യമോ ലഘുകാവ്യമോ ആകട്ടെ, അദ്ദേഹം സ്വീകരിക്കുന്ന ഭാഷയും പ്രമേയവും കൽപ്പനയും ഇതര കവികളുമായി മാറ്റുരച്ചു നോക്കുമ്പോൾ പ്രൗഢവും ഉജ്ജ്വലവുമാണ്. ഉജ്ജ്വല ശബ്ദാഢ്യനെന്ന വിശേഷണം അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത് ഈ സവിശേഷത തന്നെയാണ്. മഹാകാവ്യം, ഖണ്ഡകാവ്യം, ചമ്പു തുടങ്ങിയ സാഹിത്യ രൂപങ്ങൾക്ക് പുറമെ നിരവധി ലഘുകാവ്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കിരണാവലി, താരാഹാരം, തരംഗിണി, മണിമഞ്ജുഷ തുടങ്ങി 11 കൃതികളിൽ ഈ ലഘുകാവ്യങ്ങൾ സമാഹരിച്ചിരിക്കുന്നു.